ശ്രീ ഹാഷിമതിയിൽ ഈ CMRLന്റെ തട്ടിപ്പ് പല രീതിയിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. ഒന്ന്, ഈ ചരക്ക് നീക്കത്തിൻ്റെയൊക്കെ ചെലവ് എന്നുള്ള പേരിൽ ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് ആദ്യം പണം കൈമാറും. ഈ കൈമാറിയിരിക്കുന്ന പണം പിന്നാലെ അവർ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിട്ട് പിന്നീട് ഇത് CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് തിരികെ കൊടുക്കും. ഇത്തരത്തിൽ പണം അവർക്ക് ലഭിച്ച ശേഷം തിരികെ കൊടുക്കുമ്പോൾ 7% കമ്മീഷനാണ് അവർക്ക് ലഭിക്കുക. ഇങ്ങനെ 15 വർഷത്തിനിടെ 182 കോടി രൂപയുടെ ക്രമക്കേട് CMRL നടത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ കണ്ടെത്തലുമുണ്ട്. അപ്പോൾ ന്യായീകരിക്കാൻ പോയാൽ നിങ്ങൾ ഈ വീണയെ ന്യായീകരിക്കാൻ പോയാൽ നിങ്ങൾ CMRLനെ ന്യായീകരിക്കണം. ഈ അഴിമതിയെ, ശശിധരൻ കർത്ത നടത്തിയ മുഴുവൻ അഴിമതിയെയും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും. ശ്രീ ഹാഷിമതി, CMRLന്റെ 182 കോടിയുടെയും വിഷയങ്ങൾ ED അന്വേഷിക്കണമെന്നാ പറയുന്നത്. അതിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ ഉൾപ്പെട്ടിട്ടേ അന്വേഷിക്കേണ്ടെന്ന് ആരാ പറഞ്ഞത്? അന്വേഷിക്കാൻ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിട്ട് വിളിക്കുമ്പോഴൊക്കെ ഹാജരാകുന്നില്ലേ? ആരാ ഹാജരാവാത്തത്? ഇനി സഖാവ് പിണറായി വിജയനാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്? വിളിക്കട്ടെ, വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് അതിന്റെ നിയമപ്രകാരമുള്ള നടപടികൾ ഇവിടെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ മതി. വളരെ ശരിയായ ഉത്തരമാണ്, ശരിയായ നിലപാടുമാണ്. അത് പിന്നെ ഇവിടെ ആര് കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ കൈ ശുദ്ധമാണ്. അത് അശുദ്ധമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം നിർബന്ധം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്ത കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ മടിയിൽ കനമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കനം ഏതെന്ന് കാണിച്ചു കൊടുക്കാനാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ തുഴഞ്ഞിട്ട് എത്തിയിട്ടില്ലല്ലോ വഞ്ചി അവിടത്തേക്ക്. ഇതുവരെ വഞ്ചി നിങ്ങൾ പിണറായിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. പിന്നെ മടിയിലല്ല കനം, ഹാഷിമലി തലയില കനം. മടിയിലൊന്നും അത് പൊതിഞ്ഞ എത്തൂല, അത് വലിയ കാശുകളാണ്. അപ്പൊ തലയിൽ കെട്ടിട്ടാ പോയിരിക്കുന്നത്. മടിയിൽ കനമില്ല അവന്റെ കയ്യിൽ, കാരണം മടിയിൽ താങ്ങാവുന്നതല്ല അവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഹാഷിമലിക്ക് മനസ്സിലായില്ല. സംസാരിക്കുന്ന ഒരാള് നിങ്ങൾ പലതും നിങ്ങൾ പല പിടിത്തം വിളിച്ചു പറയുമ്പം അങ്ങോട്ട് പറയാനില്ലാഞ്ഞിട്ടല്ല, നമ്മളത് കേട്ടു നിൽക്കുന്നത് സംസാരത്തിന്റെ മര്യാദ പാലിക്കാനാണ്. അത് പിന്നെ നിങ്ങൾ വിരുന്നുകാരല്ല. ഹാഷിമലി, ഞാൻ ഒരു വിഡിത്തരവും വിളിച്ചു പറയില്ല, ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഹാഷിമലിയോട് ഞാൻ മറുപടി പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനും ചർച്ച ചെയ്യാം. അപ്പോ ആരാണ് വിഡിത്തരം പറയുന്നതെന്ന് അങ്ങേക്ക് മനസ്സിലാകും. വിഡിത്തരത്തിന്റെ രാജാവും വിഡിത്തരത്തിന്റെ അച്ഛനുമായി അവതരിപ്പിക്കുന്ന നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യുന്നോ? യാഥാർത്ഥ്യ ബോധമുള്ള കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്റെ വിഷയം, എന്റെ ടൈമിന് ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വളരെ പരിമിതമായ സമയമാണ്. ഇതൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ നൂറുകണക്കിന് അഴിമതി. ഞങ്ങൾ ജനങ്ങളൊന്നും അറിയട്ടെ, എന്ത് സേവനമാണ് നിങ്ങളുടെ CMRL കൊടുത്തത്? ഹാഷിമലി, അതൊന്ന് സമൂഹത്തിനോട് പറ. ഉല്ലാസ് ബാബു പറയട്ടെ. വാങ്ങി ഈ 182 വാങ്ങിയതിൽ BJPക്ക് കൊടുത്തിട്ടുണ്ടോ? അറിയണമല്ലോ, അന്വേഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിനെ തടസ്സപ്പെടുത്തിയുള്ള കാര്യമില്ല. RC വാങ്ങിയെന്ന് പറഞ്ഞു, OC വാങ്ങിയെന്ന് പറഞ്ഞു, PK വാങ്ങിയെന്ന് പറഞ്ഞു, KK വാങ്ങിയെന്ന് പറഞ്ഞു. PV എന്ന് പറയുന്നത് അന്നത്തെ KKയുടെ മകളാണെന്ന് പറയുന്നുണ്ട്. അന്വേഷിക്കട്ടെ, എല്ലാം പുറത്തു വന്നോട്ടെ. ആർക്കും ഇപ്പം തടസ്സമുള്ളത്? മറ്റൊന്ന്, 20,000 രൂപയിൽ കൂടുതൽ പണമായിട്ട് വാങ്ങാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ പറയുന്നത് പാർട്ടി ഫണ്ടിലേക്ക് ഞങ്ങൾ വാങ്ങിയത്. പറഞ്ഞിട്ടുണ്ട് സാർ, ഞാൻ കൊടുത്തത് ഇന്ന ആൾക്കാണെന്ന്. അത് വാങ്ങിയാൽ പാർട്ടി വാങ്ങിയ ആള് പറയുന്നത് ഞങ്ങളത് പാർട്ടി ഫണ്ടിലേക്ക് അതിൽ കോൺഗ്രസിന് പറയുന്നതിന് ഉല്ലാസിന് എന്താ പൊള്ളുന്നത്? പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങുന്നതും സ്വകാര്യമായിരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. GV ഹരി പറയട്ടെ, അത് ഏത് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്? നിങ്ങൾ കൊടുത്ത പാർട്ടിയുടെ കണക്കുകൾ കൊടുക്കുമല്ലോ. കൊടുക്കുന്ന കൂട്ടത്തിൽ ആ വർഷങ്ങളിൽ 2015 ഇത് നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ തർക്കം കേട്ടാൽ വിചാരിക്കും കർത്തയുടെ കമ്പനി തുടങ്ങിയത് 2015 മുതലാ തുടങ്ങിയെന്ന് നിങ്ങൾ കണക്ക് വെക്കാം. അന്വേഷിക്കേണ്ടതില്ലേ? 15 വർഷത്തെ കേസ് ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. ഈ കേസുകളിൽ ആരൊക്കെ അതിന് മുൻകൂട്ടി വാങ്ങിയിട്ടുണ്ട്? കർത്തക്ക് അനുമതി കൊടുക്കുമ്പോൾ എങ്ങനെയാ കൊടുത്തത്? ഇതൊക്കെ അന്വേഷണ വിധേയമായിട്ടെന്ന്. ഈ പപ്പാടി മാത്രം നിങ്ങൾ എടുത്തിട്ട് ഇതിന്റെ ഒരു ചീള് മാത്രം 182ന്റെ എത്ര ശതമാനമാണ് 2 CR വരിക? ആ 2 CRനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ചർച്ചയുള്ളൂ. അതിനെന്താ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കാരണം? അതിന്റെ അറ്റത്തേക്ക് സഖാവ് പിണറായിയുടെ ഇമേജിനെ
അതുവഴി ഇടതുപക്ഷത്തെ നിങ്ങൾക്ക് കളങ്കപ്പെടുത്താമെന്ന് കരുതിയിട്ട് എന്തോന്ന് തന്നെയാണ്. കളങ്കപ്പെടാൻ? അതുകൊണ്ട് തന്നെ ഈ ഗൂഢശ്രമം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കള്ളത്തരത്തിനെതിരെയുള്ള പ്രതികരിക്കാൻ ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇനി ആഷിഫ് അലി, ഇനി എന്തോന്ന് കളങ്കപ്പെടാനാണ് ഇനി കേരളത്തിലെ CPM ബാക്കിയുള്ളത്? ഇതുവരെ ഭരിച്ച UDF ഗവൺമെന്റിന്റെ സംശുദ്ധിയെ കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ പറഞ്ഞു പോകും. കേന്ദ്രം ഭരിച്ച കാലഘട്ടത്തിൽ അല്ല, വിനോദ് ഭായ്, ആഷിഫ് അലിക്ക് കുറച്ച് നേരം കൂടി സമയം കൊടുക്കണം കേട്ടോ. ആയിരക്കണക്കിന് കോടി അഴിമതി നടത്തിയിട്ട് ആ കടലില് കൈകാലിട്ട് അടിക്കുന്ന ആളുകളാ ഇവിടെ വന്നിട്ട് ഈ ഒരു ചെറിയ വിഷയത്തില് ഇടതുപക്ഷത്തെ പൂട്ടാൻ വേണ്ടി നോക്കുന്നത്. 2.78 കോടി രൂപ ഹാഷിമിന് ചെറുതായിരിക്കും, ഞങ്ങൾക്കൊന്നും ചെറുതല്ല. സാധാരണക്കാർക്ക് ഒരു ചെറുതുമല്ല 2.78 ഇതൊക്കെ നമ്മുടെ പപ്പു പറയുന്നതല്ലേ? ഇതൊക്കെ എന്ത് ചെറുത്? വലിയ അഴിമതി നടത്തിയ 50,000 1000 കോടി 20,000 കോടി എന്തായാലും ഇന്നത്തെ കുറച്ചുകൂടെ സംസാരിക്കാനുള്ളൊരു സമ്മാനമാണ്. അല്ല ഡോക്ടർ ജി വി ഹരി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഹാഷിമിന് മറുപടി പറയണം. അതേപോലെ തന്നെ ഉല്ലാസ് ബാബു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അതെ വളരെ കുറവാണ് സമയം. ഇവിടെ UDF കൃത്യമായി ഇക്കാര്യത്തിൽ ചില മൗനം തുടരുന്നുണ്ട്. ചില അന്വേഷണങ്ങളൊക്കെ അവർക്ക് നടത്താം. ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല. മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയന്റെ വീട്ടിലേക്ക്, തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്ക് ED അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്നത്. മാധ്യമപ്രവർത്തകർ പല ഇടങ്ങളിൽ ചെന്നു, ഡൽഹിയിൽ ചെന്നു, പറവൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു, ഒക്കെ മറുപടിക്ക് ചെന്നു, യാതൊന്നുമേ പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചത് ചാനലുകൾക്കൊക്കെ ഇത്രയും യൂണിറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. വേറെ ഒരു മറുപടിയും പറഞ്ഞില്ല. ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട ഏജൻസികളാണ്. ഇപ്പോൾ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ ഞങ്ങളും കൂടെ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഏജൻസികളാണ്. ഞങ്ങളതിനകത്ത് അവിശ്വാസമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഈ 3 ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ മുകളിൽ ഇനിയൊരു അന്വേഷണം എന്നൊക്കെ പറയുന്നത് അതൊന്നും പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സമീപനം ശരിയല്ല. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചില അഭിപ്രായങ്ങൾ പറയാമല്ലോ. അല്ല, ഞാൻ അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോൾ മറുപടി പറയണം അല്ലെങ്കിൽ എപ്പോൾ ഒരു അഭിപ്രായം പറയണം തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാധ്യമങ്ങളല്ല. അദ്ദേഹത്തിന് പറയാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾ അദ്ദേഹം വിളിച്ച് പറയും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബുധനാഴ്ച തോറും നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ടല്ലോ, ചോദിക്കാനൊക്കെ അവസരം കിട്ടുന്നുണ്ടല്ലോ, നേരത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമൊന്നുമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 152 കോടിയിൽ അന്വേഷണമൊക്കെ വന്നോട്ടെ, ഞങ്ങൾക്ക് അതിനകത്തും പേടിയൊന്നുമില്ല. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ പറയുക, ഇപ്പോഴും ആഷിഫ് അലി മനസ്സിലാക്കാത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമുക്ക് ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് മുഖ്യമന്ത്രിക്ക് പരിചയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യം കൊണ്ട് ആണ് ഞാൻ ഈ പണം കൊടുത്തത് എന്നൊരാൾ പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടൊരു സംഭവമാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സർക്കാർ 13% അതിനകത്ത് അവരുടെ ഷെയറുള്ള ഒരു കമ്പനിയിൽ അതിൽ നിന്നാണ് ഈ പണം എടുത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണം അനധികൃതമായി തന്നെ എടുത്ത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും അതിനകത്തൊരു സീരിയസ്നെസ് ഈ 2.78 കോടി എന്നല്ല, 1 രൂപയായിക്കോട്ടെ, 1 രൂപയായിക്കോട്ടെ, ആ 1 രൂപയാണെങ്കിൽ പോലും അങ്ങനെ എടുത്തു കൊടുക്കാൻ കഴിയില്ലെന്നേ. പിണറായി വിജയൻ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നമുക്കിത് വിഷയമാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു അദ്ദേഹം ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, CMO എന്ന് പറയുന്നത്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത് അങ്ങ് ലഘുവായിട്ട് കാണുന്നു. ഞങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം, അതുകൊണ്ടാണ് താങ്കൾക്ക് തോന്നാത്തത്. 25 ലക്ഷത്തിന്റെ ഫ്ലൈറ്റ് അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കാൻ അതല്ല, ഇതിനകത്തെ അത് അരി എത്രാന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പയറഞ്ഞാഴി എന്ന് പറയരുത്. അതിപ്പോ അങ്ങനെ ഒരു സമീപനം ശരിയല്ല. അത് നോക്കട്ടെ, അത് നിങ്ങൾ ഉദ്ദേശിച്ച് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഒരല്പം മുമ്പ് താങ്കൾ തന്നെ ഉല്ലാസ് ബാബുവിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങക്ക് തരുന്ന സമയത്തിന് ഇടപെടാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അങ്ങ് എൻ്റെ സമയത്തിൽ കയറി ഇടപെടുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആഷിമ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങേക്ക് പറയാം, അത് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 1 രൂപ ഗവൺമെൻറ്റിൻ്റെ പണമാണ്, സാധാരണക്കാരൻ്റെ പണമാണെങ്കിൽ അത് കോടിയൊന്നും വേണ്ട, അത് 1 രൂപയാണെങ്കിലും അതിനകത്തൊരു മിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഇറ്റ്സ് എ സീരിയസ് ഒഫൻസ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഇതൊന്നും വലിയ ചർച്ചയായിട്ട് പോകേണ്ട കാര്യം. 2 കമ്പനികൾ തമ്മിൽ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ചർച്ചയേ ആവില്ലായിരുന്നു. അതെ, ശ്രീ ഉല്ലാസ് ബാബു, ഇതിന്റെ അന്വേഷണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിന്റെ അന്വേഷണം അങ്ങും പറഞ്ഞതാണ്. അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസിലെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരും ഈ മാസപ്പടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയതാണ് എന്നവർ സമ്മതിച്ചാലും അത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കുരുക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനും നിലവിലുള്ള ഭരണപക്ഷത്തിനും
ഇത് കുരുക്കാകും എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത് ഉല്ലാസ് ബാബു? അല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടോ PMLA ആക്ടിൻ്റെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് എങ്കിൽ പരിപൂർണമായിട്ട് ഏജൻസി അന്വേഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ കേരള സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്, അതിനകത്തൊരു മൗനമുണ്ട്. ആ മൗനം കൃത്യമായിട്ട് ഇൻറ്റൻഷനോട് കൂടിയാണ്. അത് തേഞ്ഞു വാഞ്ഞു പോയിക്കോട്ടെ, ഞങ്ങളിലേക്ക് ഇങ്ങോട്ട് വെറുതെ വലിച്ചിഴക്കേണ്ട എന്നുള്ളൊരു രീതി തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ അജണ്ട തന്നെ അകത്തുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് അവർ തമ്മിൽ ഒക്കച്ചങ്കന്മാരായിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഊരണം എന്നുള്ള രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. ആ അജണ്ട അവർ രണ്ടുപേരും നടപ്പിലാക്കുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ശ്രീ ഹാഷിം അലി അങ്ങ് പറഞ്ഞല്ലോ, ഉല്ലാസ് ബാബു പറഞ്ഞ പല വിഡ്ഢിത്തരങ്ങളും, ഞാൻ പറഞ്ഞ കാര്യം 14 കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഹാഷിം അലി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സത്യത്തിൽ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. അതിൽ MA ബേബിനെ ഇന്ന് രാത്രി തന്നെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റണം, അങ്ങനെയാക്കണം. MA ബേബി പോലും പിണറായി വിജയനും മകൾക്ക് ഇതേപോലെ വേലി കെട്ടി സംരക്ഷണം തീർത്തിട്ടില്ല. എന്നാ കലക്കണേ. അങ്ങേർക്കറിയാം പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ വങ്കത്തനമാണ് പറയുന്നതെന്ന്. എന്നാലും അങ്ങ് ആ കാണിക്കുന്ന നീതിബോധം ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടും മകളോടും, കൊള്ളാം കേട്ടോ, അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ. അത്രത്തോളം അങ്ങേ ജനം വെറുക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഒരു 5 ചോദ്യമുള്ളൂ സാർ. എന്ത് സേവനമാണ് സാർ നിങ്ങൾ കൊടുത്ത്? വീണ്ടും ചോദിച്ചോട്ടെ, എന്ത് സേവനമാണ് വീണ വിജയൻ ഈ കമ്പനിക്ക് കൊടുത്തു? ഒന്ന് പറഞ്ഞു തരാമോ ഇന്നെങ്കിലും? രണ്ടാമത്തെ കാര്യം, 50 ലക്ഷം രൂപ NBFCക്ക് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ് സാർ? ഒന്ന് പറഞ്ഞു തരാമോ? 50 ലക്ഷം രൂപ ഈ കമ്പനി തിരിച്ചടച്ചത് ഈ വീണ വിജയന് വേണ്ടി എന്തിനാണ് സാർ? ഒന്ന് പറയാമോ? മൂന്നാമത്തെ കാര്യം, ഇത്രയും ലക്ഷം രൂപയുടെ മാത്രം ടേൺ ഓവർ ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപയുടെ മാത്രം ടേൺ ഓവർ ഉണ്ടായിരുന്ന കമ്പനി കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറിലേക്ക് വന്നത് എങ്ങനെയാണ് സാർ? ഒന്ന് പറഞ്ഞു തരാമോ? സർക്കാരിന്റെ പൈസ എനിക്ക് തേൻമുട്ടായി വേണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അച്ഛൻ ഓടിപ്പോയിട്ട് ട്രഷറിയിൽ നിന്ന് 500 രൂപ എടുത്ത് പോയി കഴിച്ചോ, എനിക്ക് മുറുക്ക് വേണം എന്ന് പറഞ്ഞ ആ ട്രഷറിയിൽ നിന്ന് വീണ്ടും എടുത്ത് 500 രൂപ കൊടുത്തോ എന്ന് പറയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഹാഷിം അലിക്കില്ലേ എങ്കിൽ അതിന്റെ ബാലപാഠം ഒന്ന് പഠിച്ചിട്ട് വേണം ന്യായീകരണ തൊഴിലാളിയായിട്ട് ഇറങ്ങാൻ എന്നുകൂടി അങ്ങയോട് പറയട്ടെ. കാട്ട് മുടിച്ച് നാണം കെട്ടി നാടിനോട് നീതികേട് കാണിച്ച് അതിന് ഉളുപ്പമില്ലാതെ ന്യായീകരിക്കാൻ വന്നവന്റെ പേര് ഹാഷിം അലിയാണ് എങ്കിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും കേട്ടോ. അല്ല, ഹാഷിം അലി അവരുടെ ഭാഗം ന്യായീകരിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം സാധാരണക്കാർക്ക് നൽകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ധാർമ്മികമായ പോരാട്ടം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്.